നിങ്ങളെല്ലാവരും അത്ഭുതമാതാവ് അനുഗ്രഹിക്കട്ടെ. മക്കളെ, പരിശുദ്ധ അമ്മമാതാവ് വെളിപ്പെടുത്തി തന്ന ഈ അത്ഭുത പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരണം. പരിശുദ്ധ അമ്മമാതാവിനെ അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്നും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എടുത്തു നീക്കിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുവാനായിട്ട് പരിശുദ്ധ അമ്മമാതാവ് നിങ്ങളെ സ്വന്തം മക്കളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനാൽ തന്നെ നിങ്ങൾ ചാനൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 പരിശുദ്ധ അമ്മമാതാവ് വെളിപ്പെടുത്തുന്ന അത്ഭുത ലൈവിൽ നിങ്ങൾ പങ്കുചേർന്ന് സ്വന്തം മക്കളായി തീരുക. പരിശുദ്ധ അമ്മമാതാവിന്റെ സ്വന്തം മക്കളായി തീരുമ്പോൾ പരിശുദ്ധ അമ്മമാതാവ് ഈശോയോടൊപ്പമാണ് നിങ്ങളെ ചേർത്ത് പിടിക്കുകയും അത്ഭുതങ്ങൾ അനവധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായി നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ കാണും. പരിശുദ്ധ അമ്മമാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. അനേകം മക്കളാണ് ഇത്തരത്തിൽ പരിശുദ്ധ അമ്മമാതാവിന്റെ സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം തന്നെ പരിശുദ്ധ അമ്മമാതാവ് നടത്തി കൊടുക്കുന്നത്. മക്കളെ, നിങ്ങൾ നിഷേധിക്കാതിരിക്കാം. പൂർണ്ണ മനസ്സോടുകൂടെ നിങ്ങൾ പരിശുദ്ധ അമ്മമാതാവിനെ അമ്മയായിട്ട് സ്വീകരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മമാതാവിന്റെ അത്ഭുതങ്ങൾ അനവധി ഇറങ്ങി വരും. പരിശുദ്ധ അമ്മമാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്, എൻ്റെ മക്കള് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മമാതാവ് സാധിച്ചു തരുമെന്ന് പരിശുദ്ധ അമ്മമാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. അത് പരിശുദ്ധ അമ്മമാതാവ് ചെയ്യുക തന്നെ ചെയ്യുന്നുമുണ്ട്. മക്കളെ, നിങ്ങളെയും അത്തരത്തിൽ പരിശുദ്ധ അമ്മമാതാവ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെയും പരിശുദ്ധ അമ്മമാതാവ് അത്തരത്തിൽ ഒരുപാട് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മക്കളെ, പരിശുദ്ധ അമ്മമാതാവിനെയും ഈശോയെയും തിരിച്ചറിഞ്ഞ് നിങ്ങൾ സ്വന്തം മക്കളായി തീരുക. പരിശുദ്ധ അമ്മമാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്, എന്നെ തിരിച്ചറിയുകയും ഈശോയെ തിരിച്ചറിയുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന മക്കളും എൻ്റെ സ്വന്തം മക്കളായി തീരുമെന്ന് പരിശുദ്ധ അമ്മമാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് വൈകിട്ട് 7:30 ലൈവിൽ നിങ്ങൾ പങ്കുചേരുക. പരിശുദ്ധ അമ്മമാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. ഇത് പരിശുദ്ധ അമ്മമാതാവിൻ്റെ പ്രോമിസാണ്. മക്കളെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത്, ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുകയും പരിശുദ്ധ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ കുരിശുരൂപം വെച്ച് നിങ്ങളെ ആശീർവദിക്കുകയും ചെയ്യുന്നതാണ്. മക്കളെ, നിങ്ങൾ നിഷേധിക്കാതിരിക്കുക. മുഴുവനായിട്ട് പങ്കുചേർന്ന് ആശീർവാദം നിങ്ങൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന പങ്കെടുത്തതിന് ശേഷം നിങ്ങൾ ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക്, നിങ്ങൾക്ക് എത്രത്തോളം മാതാവിന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. മക്കളെ, പരിശുദ്ധ അമ്മമാതാവിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. മക്കളെ, ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഈ ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്, ഏറ്റവും വലിയൊരു അനുഗ്രഹമാണിത്. ഇതിലും മറ്റൊന്നില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ. കാരണം പരിശുദ്ധ അമ്മമാതാവ് നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാക്കി തരുവാനായിട്ട് അമ്മമാതാവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുവാണ്. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ മാതാവ് ഈ മക്കളെ സ്വന്തം മക്കളായി തിരഞ്ഞെടുത്തുകൊണ്ട് ഇവരുടെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എങ്ങനെ ഈ മക്കളുടെ ഓരോ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുമെന്ന് ഈ മക്കൾ ചിന്തിച്ചു നിൽക്കുന്ന ഈ സമയത്ത് പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെ സ്വന്തം മക്കളായി തിരഞ്ഞെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുണ്ട് നിങ്ങളോടൊപ്പമെന്നും പരിശുദ്ധ അമ്മ മാതാവ് എല്ലാം തന്നെ സാധ്യമാക്കി തരുമെന്നും പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി ഈ മക്കളെ തിരഞ്ഞെടുത്ത് സ്വന്തം മക്കളാക്കി മാറ്റുന്നതിനോർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധ അമ്മേ മാതാവെ, പലതരത്തിൽ തകർന്നു നിൽക്കുന്ന മക്കളാണ്. സാമ്പത്തികപരമായിട്ട് തകർന്നു നിൽക്കുന്ന മക്കളാണ്. ആ തരത്തിലെ മാനസിക ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോകുന്ന മക്കളാണ്. എന്ത് ചെയ്തിട്ടും ഒരു രീതിയിലുള്ള ഗ്രോത്തും ഈ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നില്ല. അനവധി പ്രശ്നങ്ങളും അനവധി തടസ്സങ്ങളും. പരിശുദ്ധ അമ്മ മാതാവേയും എല്ലാ പ്രശ്നങ്ങളും അമ്മയുടെ പക്കലേക്ക് ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. മക്കളെ, നിങ്ങൾ ലൈവിൽ പങ്കെടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് പബ്ലിഷ് ചെയ്യുന്ന പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേർന്നതിന് ശേഷം നിങ്ങൾ ലൈവിൽ പങ്കുചേരണം. പരിശുദ്ധ അമ്മ മാതാവേയും ഈ മക്കളുടെ എല്ലാ ക്ലേശങ്ങളും പരിശുദ്ധ അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. ഈ മക്കൾ കടന്നു പോകുന്ന എല്ലാ കണ്ണീരണിയുന്ന നിമിഷങ്ങളും ഈ മക്കളിൽ നിന്ന് മാഞ്ഞു പോകട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് സ്വന്തം മക്കളായി തീർന്നപ്പോൾ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും എടുത്തു നീക്കിയല്ലോ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവേ, ഈ മക്കളെയും പരിശുദ്ധ അമ്മ മാതാവ് എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള വേവലാതികളിൽ നിന്നും ഈ മക്കളെ വിടുവിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, എത്രത്തോളം സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകളിലൂടെ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നു അത്രത്തോളം കാര്യങ്ങൾ പരിശുദ്ധ അമ്മ മാതാവിന്റെ അത്ഭുതത്താൽ നിറവേറ്റി കൊടുക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, എന്ത് ചെയ്തിട്ടും ഒരു രീതിയിലുള്ള വിജയവും ഈ മക്കളുടെ യോഗത്തിലേക്ക് വന്നു ചേരുന്നില്ല. അതെല്ലാം തന്നെ പരിശുദ്ധ അമ്മ മാതാവേ പൈശാചിക ബന്ധനങ്ങളാണ്. അതെല്ലാം തന്നെ പരിശുദ്ധ അമ്മ മാതാവേ ഇവർ തകർച്ചയിലേക്ക് തള്ളിവിടുന്ന പൈശാചിക ഇടപെടലുകളാണ്. പരിശുദ്ധ അമ്മ മാതാവേ, ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ടും സ്ഥിരമായിട്ടുള്ള സാമ്പത്തിക ഉയർച്ചകൾ, സ്ഥിരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സമാധാനവും സന്തോഷവും ഈ മക്കളുടെ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കണമേ. എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളും വിട്ടുമാറിപ്പോട്ടെ. പരിശുദ്ധ അമ്മ മാതാവേ, ഈ മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, അവരുടെ എല്ലാ കാര്യത്തിലും അമ്മ മാതാവിന്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് പരിശുദ്ധ അമ്മ മാതാവ് അവരുടെ മുൻപിൽ നിന്നുകൊണ്ടും അത് നയിക്കണമേ. അമ്മ മാതാവിന്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് വിജയം ഈ മക്കളിൽ വന്നു ചേരുവാൻ പരിശുദ്ധ അമ്മ മാതാവ് കാത്ത് സംരക്ഷിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവേ, ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ, ഈ ചാനൽ പ്രാർത്ഥനകളെല്ലാം തന്നെ പരിശുദ്ധ അമ്മ മാതാവിനെ മറ്റു മക്കളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മക്കളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരെ പരിശുദ്ധ അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അനവധി പരിശുദ്ധ നടത്തണമേ. അമ്മ മാതാവ് അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവേ, കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ കടബാധ്യതകളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് മാറിപ്പോകാൻ പരിശുദ്ധ അമ്മ മാതാവിന്റെ ഇടപെടൽ ഉണ്ടാകണമേ. കോടിക്കണക്കിന് കടബാധ്യതയിലൂടെ കടന്നു പോയിക്കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ജപ്തിവക്കിലൂടെ ജീവിതം അവസാനിപ്പിക്കുന്ന ആ ഒരു മൊമെന്റിലെത്തി നിന്നപ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് സ്വന്തം മകനായിട്ട് തെരഞ്ഞെടുത്തു. അങ്ങനെ ആ മകനെ പരിശുദ്ധ അമ്മ മാതാവ് പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള കടബാധ്യതയിൽ നിന്നെല്ലാം വിടുവിച്ചുകൊണ്ട് കോടികൾ വരുമാനമുള്ള സാമ്പത്തിക ഉയർച്ചയിലേക്ക് പരിശുദ്ധ അമ്മ മാതാവ് മകനെ ഉയർത്തിയല്ലോ. പരിശുദ്ധ അമ്മ മാതാവിന്റെ സ്വന്തം മകനായി തീർന്നപ്പോഴാണ് ആ മകനെ അങ്ങനെ പരിശുദ്ധ അമ്മ മാതാവ് ഉയർത്തിയത്.
എല്ലാ ദിവസവും ആ മകൻ പരിശുദ്ധി അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മകനാണ്. അതുപോലെ തന്നെ ഈ മക്കളെയും പരിശുദ്ധി അമ്മ മാതാവ് കൈപിടിച്ചുയർത്തണമേ. ഇവരുടെ സാമ്പത്തിക ക്ലേശങ്ങളും ഇവരുടെ കടബാധ്യതകളും അത് എത്രത്തോളമാണെങ്കിലും അതെല്ലാം തന്നെ ഈ മക്കളുടെ ഭവനത്തിൽ നിന്ന് മാറിപ്പോട്ടെ, ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഒരു രീതിയിലുള്ള കടബാധ്യതകളും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ വന്നു ചേരാതിരിക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതം നടക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ, ജപ്തിവക്കിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതം നടക്കണമേ. അമ്മ മാതാവ് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ആ സാഹചര്യം പൂർണ്ണമായിട്ട് മാറിക്കൊണ്ട് സന്തോഷം എപ്പോഴും അവരുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം അത്ഭുതങ്ങൾ അനവധി നടത്തണമേ. പരിശുദ്ധി അമ്മേ മാതാവെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബങ്ങളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷ സമാധാനവും ഇല്ലായ്മയുണ്ടെങ്കിലും അതെല്ലാം മാറിപ്പോട്ടെ പരിശുദ്ധി അമ്മേ മാതാവേ. എല്ലാ ക്ലേശങ്ങളും എല്ലാ കലഹങ്ങളും എല്ലാ ദുഃഖങ്ങളും ഈ മക്കളുടെ ഭവനത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ട് എപ്പോഴും സന്തോഷ സമാധാനം നിറഞ്ഞു നിൽക്കട്ടെ. പരിശുദ്ധി അമ്മേ മാതാവേ, മാതാപിതാക്കളും മക്കളും തമ്മിൽ നല്ല ബന്ധങ്ങളിലൂടെ കടന്നു പോകട്ടെ. പരിശുദ്ധി അമ്മേ മാതാവ് ദമ്പതികൾ നല്ല രീതിയിലുള്ള ബന്ധങ്ങളിലൂടെ കടന്നു പോകട്ടെ. എപ്പോഴും സമാധാനവും സന്തോഷവും സാമ്പത്തിക ഉയർച്ചയും ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന മക്കളുടെ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്ന ഓർത്തിനോട് നന്ദി പറയുവാണ്. ഒരു രീതിയിലുള്ള സ്വത്ത് തർക്കങ്ങളോ ഒരു രീതിയിലുള്ള സാമ്പത്തിക തർക്കങ്ങളോ ഈ മക്കളുടെ ഭവനത്തിൽ വന്നു ചേരാതിരിക്കട്ടെ. എല്ലാ പൈശാചിക ബന്ധനങ്ങളും മാറിപ്പോകട്ടെ. പരിശുദ്ധി അമ്മേ മാതാവ്, ജോലിയില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ മക്കൾ എന്ത് ജോലിയാണോ ആഗ്രഹിക്കുന്നത് അത് ലഭിക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതം നടക്കണമേ. ആ മക്കൾ ആഗ്രഹിക്കുന്ന ജോലി ഉയർന്ന സാലറിയോട് കൂടെ തന്നെ ലഭിക്കുവാൻ പരിശുദ്ധി അമ്മേ മാതാവെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മേ മാതാവെ, ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന മക്കളും ഒരുപാട് ശ്രമിച്ചു വന്നിട്ട് ലഭിച്ചില്ല. പരിശുദ്ധി അമ്മേ മാതാവെ, അവരുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ നടത്തണമേ. പരിശുദ്ധി അമ്മ മാതാവ് അവരാഗ്രഹിക്കുന്ന പോലെയുള്ള ഗവൺമെന്റ് ജോലി അവർക്ക് ലഭിക്കണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്ന നിയോജനോട് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മേ മാതാവെ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. പരിശുദ്ധി അമ്മേ മാതാവെ, വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മക്കളും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും പരിശുദ്ധി അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അവരുടെ കുടുംബാംഗങ്ങളെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ കുടുംബത്തിൽ എപ്പോഴും സന്തോഷം സമാധാനം നിറഞ്ഞു നിൽക്കട്ടെ. ആ മക്കളെ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അതിലെപ്പോഴും സുരക്ഷിതത്വവും സംരക്ഷണവും പരിശുദ്ധി അമ്മ മാതാവിൽ നിന്നുണ്ടാവട്ടെ. ഒരാപത്തും ഒരപകടവും കൂടാതെ മക്കളെ കാത്തുകൊള്ളണമേ. അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവുന്ന നീ ഓർത്ത് നന്ദി പറയുവാണ്. എല്ലാ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏത് മക്കളാണെങ്കിലും അവരെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മ മാതാവിൻ്റെ ഇടപെടലാൽ ആ മക്കൾക്ക് എപ്പോഴും സംരക്ഷണം ഉണ്ടാവട്ടെ. ഒരു രീതിയിലുള്ള തകർച്ചകളോ ഒരു രീതിയിലുള്ള അപകടങ്ങളോ ആ മക്കളുടെ ജീവിതത്തിൽ വന്നു ചേരാതിരിക്കട്ടെ. ആ മക്കളെ ഏതെങ്കിലും കമ്പനികൾ മാറുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം സാധിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവ്, നേഴ്സുമാർ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരെ പരിശുദ്ധ അമ്മ മാതാവ് കാത്തുകൊള്ളണമേ. അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ. പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ, എൻ്റെ സ്വന്തം മക്കളായി തീർന്ന മക്കളെ ഈശോയോടൊപ്പമാണ് ഞാൻ ചേർത്ത് പിടിക്കുന്നതെന്നും അത്ഭുതങ്ങളെല്ലാം തന്നെ പരിശുദ്ധി അമ്മ നടത്തുമെന്നും ഈശോയും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അനവധി നടത്തുമെന്നും പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. അത് നടക്കുന്നത് തന്നെയുണ്ടല്ലോ പരിശുദ്ധി അമ്മ മാതാവേ. അതുപോലെ തന്നെ ഡോക്ടർമാരെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരെയും പരിശുദ്ധി അമ്മ മാതാവ് കാത്തുകൊള്ളണമേ. അധ്യാപകരെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരെയും പരിശുദ്ധി അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അവരുടെ ക്ലേശങ്ങളെല്ലാം മാറ്റി കൊടുക്കണമേ. വിദ്യാർത്ഥികളെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധി അമ്മ മാതാവ്, വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുവാനും അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുവാനും അവരാഗ്രഹിക്കുന്ന പോലെ തന്നെ അവർക്ക് നല്ലൊരു ഭാവിയിൽ ആയിത്തീരുവാനും പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാനും. രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ രോഗ സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുമാറിപ്പോട്ടെ. ഒരു രീതിയിലുള്ള രോഗാവസ്ഥകളും ആ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാതിരിക്കാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. പരിശുദ്ധി അമ്മ മാതാവേ, ജന്മന ഏതെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിലും അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഈ നിമിഷം തന്നെ വിട്ടുമാറിപ്പോട്ടെ. അവരെ പരിശുദ്ധി അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അത്ഭുതങ്ങൾ അനവധി നടക്കണമേ. പരിശുദ്ധി അമ്മ മാതാവേ, അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. ഭവനമില്ലാത്ത മക്കള്, സ്ഥലമില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിലും അവരാഗ്രഹിക്കുന്ന പോലെയുള്ള ഭവനം ആ മക്കൾക്ക് ലഭിക്കണമേ. പരിശുദ്ധി അമ്മ മാതാവ് നൽകി അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ്, ഭവനമോ സ്ഥലമോ വിൽക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിലും അവരെയും പരിശുദ്ധി അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ്, വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. ആ മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവിൻ്റെ അത്ഭുതം നടക്കണമേ. അവരാഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് വിവാഹം നടക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മ മാതാവേ, മക്കളുണ്ടാവാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവ് അത്ഭുതം നടത്തണമേ. എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളും ഈ മക്കളുടെ ഭവനത്തിൽ നിന്ന് പൊട്ടിച്ചെറിപ്പോട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം തിരികെ ലഭിക്കട്ടെ. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതം ഈ നിമിഷം തന്നെ വന്നിറങ്ങണമേ. എല്ലാം തന്നെ തിരികെ ലഭിക്കട്ടെ. പരിശുദ്ധി അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ യാത്രാ വഴികൾ ഞാൻ നമ്മുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഒരപകടമോ ഒരാപത്തോ കൂടാതെ ഈ മക്കളെ കാത്ത് സംരക്ഷിക്കണമേ. അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ, എൻ്റെ സ്വന്തം മക്കളായി തീർന്ന മക്കൾക്ക് ഒരാപത്തും ഒരു അപകടവും ഉണ്ടാവില്ല എന്നും ദീർഘായുസ് ലഭിക്കുമെന്നും പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. പൂർണ്ണ ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് പരിശുദ്ധി അമ്മ മാതാവേ, ഒരു ജീവിയിൽ നിന്നും ഒരു രീതിയിലുള്ള അപകടമോ ഒരു രീതിയിലുള്ള ആക്രമണമോ ഉണ്ടാവാതിരിക്കട്ടെ. പരിശുദ്ധി അമ്മ മാതാവ്, മക്കളെ അനുഗ്രഹിക്കുന്നതിന് ഓർത്തിനോട് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവ്, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് ആ കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതം ഈ നിമിഷം തന്നെ നടക്കണമേ. മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യം നിങ്ങൾ സമർപ്പിക്കാം.
പരിശുദ്ധ അമ്മേ മാതാവ്, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. ആ പ്രാർത്ഥന ആവശ്യത്തിൽ അമ്മ മാതാവിന്റെ ഇടപെടൽ നടക്കുന്നതിന് ഓർത്തിനോട് നന്ദി പറയുവാണ്. പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ മാതാവിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതിന് ഓർത്തിനോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ കുരിശുരൂപം വെച്ച് നിങ്ങൾ ഇപ്പോൾ ആശീർവദിക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരും കുമ്പിട്ട് നിൽക്കാം. പരിശുദ്ധ അമ്മ മാതാവ്, ഈശോയോടൊപ്പം ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ ജീവിതത്തിൽ ഈ മക്കൾ കടന്നു പോകുന്ന എല്ലാ വേവലാതികളും എല്ലാ ക്ലേശങ്ങളും ഇപ്പോൾ തന്നെ വിട്ടുമാറിപ്പോട്ടെ. എല്ലാ തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങളും ഈ മക്കളുടെ ഭവനത്തിൽ നിന്ന് വിട്ടുമാറിപ്പോട്ടെ. പരിശുദ്ധ അമ്മ മാതാവിന്റെ അത്ഭുതം ഈ നിമിഷം തന്നെ നടക്കണമേ. പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. എല്ലാ ക്ലേശങ്ങളും ഈ നിമിഷം തന്നെ മാറിപ്പോട്ടെ. എല്ലാ പൈശാചിക ബന്ധനങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ ഈ നിമിഷം തന്നെ ഈ മക്കളുടെ ഭവനത്തിൽ നിന്ന് തകർന്ന് മാറിപ്പോട്ടെ. ഈ മക്കളുടെ ഭവനത്തിൽ എപ്പോഴും സന്തോഷം സമാധാനം നിലനിൽക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് മക്കളെ എല്ലാവരും അനുഗ്രഹിക്കുന്ന ഓർത്തിനോട് നന്ദി പറയുവാണ്. മക്കളെ പരിശുദ്ധ അമ്മ മാതാവ് നിങ്ങൾ എല്ലാവരും ആശീർവദിച്ചിരിക്കുന്നു. ഈശോയോടൊപ്പം നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. മക്കളെ നിങ്ങൾ ചാനൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 പരിശുദ്ധി വെളിപ്പെടുത്തുന്ന ലൈവിൽ അതിഭക്തിയോടുകൂടെ പങ്കുചേർന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക. അപ്പോൾ നിങ്ങൾ പരിശുദ്ധ അമ്മ മാതാവിന്റെ സ്വന്തം മക്കളായി തീരും. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അമ്മ മാതാവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു.